കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ നടന്ന പരിപാടിയിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ, സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷുക്കൂർ കൊളിക്കര, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ എന്നിവർക്കാണ് സ്വീകരണവും അനുമോദനവും ഒരുക്കിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയവർ മറുമൊഴി ഭാഷണം നടത്തി. ആദ്യമായാണ് ഞങ്ങൾക്ക് ഒരു സ്വീകരണം ഇപ്പോൾ നമ്മുടെ ജില്ലകളിൽ ആദ്യത്തെ സ്വീകരണമാണ് ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നൽകിയത്. തീർച്ചയായും ഓരോ സ്വീകരണങ്ങളും, ഓരോ അനുമോദനങ്ങളും, ഓരോ അംഗീകാരങ്ങളും, ഓരോ കയ്യടികളും അത് നമുക്ക് നൽകുന്ന പ്രചോദനം, നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. തീർച്ചയായും അതിന് മുൻകൈയെടുത്ത ഈ ജില്ലയുടെ ഭാരവാഹികളെ എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സംഘടനയുടെ 2 വർഷക്കാലത്തെ പ്രവർത്തനത്തിന് നവീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഊർജം ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് നമ്മുടെ സമ്മേളനങ്ങൾ. അത് മേഖലാതലം മുതൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്തിക്കൊണ്ട് ജില്ലയിലും സംസ്ഥാനത്തും ഇത്തരം സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു വിലയിരുത്തലുകളും ഭാവി പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്ന വേദികളുമാണ് നമ്മുടെ സമ്മേളനങ്ങൾ. ആ അർത്ഥത്തില് അടുത്ത 2 വർഷക്കാലത്തേക്ക് ഈ സംഘടനയെയും കമ്പനിയെയും നയിക്കുന്നതിനുള്ള ഭാരവാഹികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി കാസർഗോഡ് ജില്ലയിലാണ് ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ച് തുടക്കം ഏറെ ഗംഭീരമാണ്. ഒരു ജില്ലയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ജില്ലയെ കുറിച്ച് കേൾക്കുന്ന വാക്കുകളൊക്കെ തന്നെ മനസ്സിനേറെ സന്തോഷകരവും ഈ സംഘടനയെ സംബന്ധിച്ച് അഭിമാനകരമാകുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ മധുരം ഇരട്ടിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘടനയെ സംബന്ധിച്ച് ഈ കാസർഗോഡ് ജില്ല ഈ സംസ്ഥാനത്തിന് നൽകിയ സംഭാവനയെ കുറിച്ച് എന്നും ഓർക്കുവാനും അഭിമാനിക്കുവാനുമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സമ്മേളന കാലയളവിൽ നമുക്ക് ഒട്ടേറെ അംഗീകാരങ്ങൾ സംസ്ഥാന ലെവലിൽ നേടിയെടുക്കാനായി. തീർച്ചയായിട്ടും അതിൽ ഏതാണ് മെച്ചപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഓരോന്നും ഓരോ രീതിയിൽ മെച്ചപ്പെട്ടത് തന്നെ എന്നാണ് അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് തുടരേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ചുമതലക്കാരന് വേണ്ടിയിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഇവിടെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെടുകയാണ്. നേരത്തെ സ്വകാര്യ സംഭാഷണത്തിലും അതുപോലെ പ്രസംഗത്തിലും പ്രസിഡന്റ് സൂചിപ്പിച്ച MSP തലത്തിലേക്ക് ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആത്യന്തികമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്ലസ്റ്റർ സംവിധാനം തന്നെയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജില്ലാ കമ്പനി നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു തുടക്കം കുറിച്ചതാണ് ശ്രീ രാജ്മോഹന്റെ നേതൃത്വത്തിൽ തന്നെ. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് അത് വേണ്ട രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2012 കണ്ണൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറായത്. അതിൽ നിന്നിങ്ങോട്ട് 15 വർഷത്തോളം ഈ ജില്ലക്കകത്ത് ഏറ്റവും കൂടുതൽ കാലം
സംസ്ഥാന പദവി സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നിട്ടുള്ള ഒരു സഹകരണം കൊണ്ടുകൊണ്ട് മാത്രമാണ്. നമ്മള് 2012 ഞാൻ സംസ്ഥാന കമ്മിറ്റി ആവുന്ന അറിയാം. ഞാൻ 3 ടേം ജില്ലാ സെക്രട്ടറിയായി, 2 ടേം ജില്ലാ ട്രഷററായി, 2 ടേം മേഖലാ സെക്രട്ടറിയായി. 2019 മുതൽ ഞാൻ KCCയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ഒരു വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് സംഘടന എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, രാജ്യമറിയുന്ന നെറ്റ്വർക്കിന്റെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായി, ഞാനൊരു ടെക്നോക്രാറ്റ് ഒന്നല്ല, എങ്കിലും ഒരു ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിക്കാനുള്ള ഒരു അസുലഭ ഭാഗ്യമാണ്, മുഹൂർത്തമാണ് എന്നിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ചടങ്ങിൽ COE ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ സ്വാഗതവും COE ജില്ലാ ട്രഷറർ വിനോദ് കുമാർ P. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.